ന്യൂസ് മലയാളത്തിന്റെ തുറന്ന ജനാധിപത്യ സംവാദ വേദിയായ പൊളിറ്റിക്കൽ മാസിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ പൊളിറ്റിക്കൽ മാസ് എത്തി നിൽക്കുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ കൽപ്പറ്റ മണ്ഡലത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. വിവിധ ജില്ലകളിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പരിശോധിച്ചു. അവിടെ ചർച്ചാ വിഷയമായിരിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിച്ചു. ഇന്നിപ്പോൾ നമ്മൾ വയനാട്ടിൽ എത്തി നിൽക്കുന്നു. ഈ ജില്ലയിൽ എന്തെല്ലാമാണ് ചർച്ച ചെയ്യുന്നത്, എന്തെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിധിയെ നിർണ്ണയിക്കുന്ന വിഷയങ്ങൾ ഈ മണ്ഡലത്തിൽ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വിവിധ മുന്നണികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഷംസാദ് മരക്കാർ, ബി ഹാരിസ്, കെ സദാനന്ദൻ എന്നിവരാണ് യഥാക്രമം UDF, LDF, NDA മുന്നണികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നേരെ ഷംസാദ് മരക്കാറിലേക്കാണ് ആദ്യം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്, അതായത് 3-ൽ 2 നേടിയത് UDF ആയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അതിനിടയ്ക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ആ 2 തെരഞ്ഞെടുപ്പുകളിലും തരക്കേടില്ലാത്ത പ്രകടനം, അല്ലെങ്കിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ UDF-നായിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവർത്തനം വയനാട്ടിൽ ഉണ്ടാകുമോ? എന്തുകൊണ്ട് വയനാട് ജില്ലയിലെ മണ്ഡലങ്ങളിൽ UDF വിജയിക്കണം? 3 മിനിറ്റിൽ. ഏറ്റവും വലിയ വിജയം തന്നെ വയനാട് ജില്ലയിൽ UDF-നുണ്ടാവും. കഴിഞ്ഞ തവണ ഒരു നിയോജക മണ്ഡലമാണ് നഷ്ടപ്പെട്ടു പോയത്, മാനന്തവാടി. ആ മണ്ഡലം കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ ഒരു കാരണം 10 വർഷമായി കേരളത്തിൽ നടക്കുന്ന ഭരണത്തിനോടുള്ള ജനങ്ങളുടെ എതിർപ്പ് തന്നെയാണ്. അത് ശബരിമല വിഷയമാണെങ്കിലും മറ്റുള്ള വിഷയങ്ങളാണെങ്കിലും ഒക്കെ ഈ സർക്കാരിനോടുള്ള എതിർപ്പുണ്ട്. അതിൻ്റെ ഇലക്ഷൻ, ലോക്സഭാ ഇലക്ഷനിലും ഹൈ മെജോറിറ്റി വോട്ട് വയനാട്ടിൽ കിട്ടിയതാണ്. ഇനി അതൊരു ദേശീയ അംഗീകാരമുള്ള സ്ഥാനാർത്ഥി ആയതുകൊണ്ട് കിട്ടിയെന്നൊക്കെ വേണമെങ്കിൽ വാദത്തിന് CPM പറയുമെങ്കിലും കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ അതിനേക്കാൾ വലിയ വിജയമാണ് വയനാട്ടിൽ UDF-നെ സംബന്ധിച്ചിടത്തുണ്ടായത്. ഇപ്പോൾ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ വർഷങ്ങളായി CPM-ൻ്റെ കൈവശം ഉണ്ടായിരുന്ന ലോക്കൽ ബോഡികളടക്കം, അതായത് 25 കൊല്ലമായി ഞങ്ങൾക്ക് അടുത്ത് പോലും എത്താൻ പറ്റാത്ത ലോക്കൽ ബോഡികളടക്കം തിരിച്ചു വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ളൊരു വിജയം ഉണ്ടായിട്ടുണ്ട്. ആളുകൾ UDF-നോടൊപ്പമാണ്. 10 വർഷക്കാലം ഈ നാട്ടിലെ ഭരണം ഒരു ജനതയെ എങ്ങനെ പ്രയാസപ്പെടുത്തി എന്നതിൻ്റെ ഉത്തരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ 2 MLA-മാർ, ഞങ്ങൾക്ക് 2 ബത്തേരിയിലെയും സുൽത്താൻ ബത്തേരിയിലെയും കൽപ്പറ്റയിലെ MLA-മാരുടെ ജനകീയമായ ഇടപെടൽ, അവരുടെ ജനങ്ങളുമായുള്ള ബന്ധം ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടാകും. ഇനി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഞങ്ങളുടെ ഗ്യാരണ്ടികൾ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് കേരളം ഞങ്ങൾ എങ്ങനെയാക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് 1.5-ൽ നിന്ന് ഇത്രയും ലക്ഷം 6 ലക്ഷം കോടിയിലേക്ക് കടം കൊണ്ടുവരുമെന്നല്ല, അല്ലെങ്കിൽ ശബരിമലയിൽ വീണ്ടും ബാക്കിയുള്ള സ്വർണം കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ. ഞങ്ങൾ ഈ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന സ്കീംസ് ഉണ്ട്, അത് ജനങ്ങളോട് പറയാം, ധൈര്യമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും. അത് സ്ത്രീകളുടെ KSRTC-യിലെ സൗജന്യ യാത്രയാണെങ്കിലും ഇൻഷുറൻസ് സ്കീമാണെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഞങ്ങളതിൽ പ്രതീക്ഷിക്കുന്നത് നല്ല രീതിയിൽ കമ്മ്യൂണിസത്തെ നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്ന ആളുകൾ പോലും ഞങ്ങളോടൊപ്പം നിൽക്കും. പിണറായിസത്തെ ഉൾക്കൊള്ളുന്ന ആളുകൾ ഒരു പക്ഷേ ചിലപ്പോൾ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്നില്ല. പക്ഷേ പിണറായിസം മാറ്റി നിർത്തിയാൽ കമ്മ്യൂണിസമാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ വോട്ട് പോലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉറപ്പായും ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുകയും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരും. അതിൽ 3 സീറ്റും വയനാട്ടിൽ നിന്ന് UDF-ന് സ്വന്തമായി ലഭിക്കുകയും ചെയ്യും. റൈറ്റ് ഹാരിസ്, ഇങ്ങനെ 3 സീറ്റും ഇവിടെ നിന്ന് വിജയിച്ചു വരും എന്നാണ് അവകാശപ്പെടുന്നത്. അതിന് കാരണം വിജയത്തിലേക്ക് അല്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ തയ്യാറെടുത്ത് വരുന്നത് UDF-ആണ്. ആ UDF-ന് വേണ്ട പിന്തുണ ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കും എന്ന്. കഴിഞ്ഞ തവണ വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു തെറ്റുപറ്റിയിട്ടുണ്ട്. കേരളത്തിൽ 2ാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ വയനാട്ടിൽ 2 സീറ്റ് UDF-ന് കൊടുത്തു എന്നുള്ളതാണ് ആ തെറ്റ്. ഇത്തവണ വയനാട്ടിലെ ജനങ്ങൾ അത് തിരുത്തും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 3ാം ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ വയനാട്ടിലെ 3 സീറ്റും ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടാവും. വയനാട്ടിലെ 3 MLA-മാരും ഇടതുപക്ഷത്തിൻ്റേതായിട്ട് മാറും. ഇവരിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ നാട്ടിനകത്ത് ജനങ്ങൾ നന്നായി ചർച്ച ചെയ്യുന്നതല്ലേ. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു പാട്ടുമായിട്ട് ഇറങ്ങിയവരവർ ശബരിമലയിൽ ഇനി LDF വന്നാലല്ല സ്വർണം പോകുക, സ്വർണ്ണം എവിടെയാണുള്ളതെന്ന് തപ്പിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡൽഹിയിലെ ജൻപത് ടണ്ണിൽ പോണ്ടി വരും. കാരണം ഈ പറയുന്ന പോറ്റിയും കൂട്ടരും സ്വർണം കട്ടുകൊണ്ടോയനും വാങ്ങിയോനും ഒക്കെ തപ്പിയ ബെല്ലാരിയിൽ മാത്രമല്ല പോകേണ്ടി വരിക, ഡൽഹിയിലടക്കാണ്. ഇരുന്ന ഫോട്ടോ ഈ നാട് കണ്ടതാണല്ലോ. അതിപ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതോട് ആ കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ആശങ്കയൊന്നും ഉണ്ടാകണ്ട. പിന്നെ ജില്ലയിലെ ലോക്കൽ ബോഡികളിൽ ചില പരാജയങ്ങൾ ചില സ്ഥലത്തുണ്ടായിട്ടുണ്ട്. നേരിയ സീറ്റിന് ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 10-15 കൊല്ലമായിട്ട് UDF ഭരിക്കുന്ന കൽപ്പറ്റ നഗരസഭയടക്കം മൂപ്പൈനാട് 25 വർഷം ഭരിക്കുന്ന മൂപ്പൈനാട് പഞ്ചായത്ത് അടക്കം ഈ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ പോന്നിട്ടുണ്ട്. അതുമാത്രമല്ല 10 വർഷമായിട്ട് ഇടതുപക്ഷ അധികാരത്തിലിരിക്കുന്ന കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 35 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള സ്ത്രീകൾ 1000 രൂപ വീതം ഇപ്പം വനിതാ സുരക്ഷാ പദ്ധതി പ്രകാരം വാങ്ങുക. 30 ലക്ഷമാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. 2000 രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എത്രയാണ് ഈ കേരളത്തിനകത്തുള്ളത്?
നിങ്ങൾ ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം നടത്തിയ വികസനം മാത്രം വെച്ചുകൊണ്ടാണല്ലോ നടത്തുന്നത്. ആ ചർച്ച നടക്കുന്ന സമയത്ത് ചില ഡീലുകളുടെയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത്. ആ ചർച്ച നടക്കുമ്പോൾ കൽപ്പറ്റക്കാരെ സംബന്ധിച്ച് വലിയ പ്രയാസത്തിലാണ്. ജില്ലയിലെ ഈ സംസ്ഥാനത്തെ പൊതുവികസനത്തിനോടൊപ്പം വയനാട് ജില്ലയിലെ കൽപ്പറ്റ മണ്ഡലത്തിന് എത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വികസനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ഈ മണ്ഡലത്തിന് നൽകിയിട്ടുണ്ട്. അവിടെ MLAയുടെ ഇടപെടൽ എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഒന്ന് തുരങ്കപാതയാണ്. തുരങ്കപാത പ്രഖ്യാപിച്ച ഉടനെ വയനാട്ടിലേക്കുള്ള ടണൽ പ്രോജക്റ്റ് ഉണ്ടല്ലോ, അതൊന്നും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയുടെ MLA ആണല്ലോ കൽപ്പറ്റ MLA. ഒരു ചെറുവിരൽ ഈ ടണൽ പ്രോജക്റ്റുമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കൽപ്പറ്റ MLA ഇടപെട്ടിട്ടുണ്ടോ? തിരുവമ്പാടി MLA ലിൻഡോയാണ് കൽപ്പറ്റ MLA പ്പോടെ ഈ തുരങ്കപാതയ്ക്ക് ഇടപെട്ടത്. ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തം എന്നല്ല, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്തം, അങ്ങനെ ഒരു ദുരന്തമുണ്ടായിട്ട് ഈ കേരളത്തിലെ ഗവൺമെൻറ് നഷ്ടപ്പെട്ടതിൽ പലതും തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ്. പക്ഷേ ഇനിയൊരു ദുരന്തമുണ്ടായി കഴിഞ്ഞാൽ ഇനിയൊരു പേമാരിക്കും അവരെ ഭയത്തിലാക്കരുത് എന്ന കാഴ്ചപ്പാടോടുകൂടി ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി. MLAയുടെ പങ്കെന്താ? ഇന്ന് കണ്ടില്ലേ, ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ള പല ആളുകൾ MLA കൊടുക്കാമെന്ന് പറഞ്ഞ വീട് അത് കിട്ടില്ല എന്ന് ഉറപ്പായതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ പൈസ തിരിച്ചടച്ചോളാം, എന്നെ കൂടി ലിസ്റ്റിലകത്ത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലെ ദുരന്ത ബാധിതർ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് വരാം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. സദാനന്ദൻ, ഇവിടെ ഇന്ത്യയെ പല മണ്ഡലങ്ങളിലും കേരളത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തുടങ്ങിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഒരു MP കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ വയനാട്ടിൽ അതിന് ഒത്ത ഒരു പ്രകടനം ഇതുവരെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷ എന്താണ്? കേരള നിയമസഭയിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് NDA ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഏത് ജില്ലയിലും ഏത് നിയോജക മണ്ഡലത്തിലും ജയിക്കാവുന്ന ഒരു സാഹചര്യം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് അതിനുള്ളത്. ഞങ്ങൾ വെക്കുന്ന മുദ്രാവാക്യം വികസിത കേരളം, വികസിത വയനാട്, വികസിത കൽപ്പറ്റ. ഈ മുദ്രാവാക്യം വെച്ചിട്ടാണ് ഞങ്ങൾ പ്രചരണത്തിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ 5 വർഷം ആര് ഭരിച്ചു കേരളം എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ വിലയിരുത്തുമ്പോൾ ഇവിടുത്തെ സാധാരണ പൗരന് എന്ത് ലഭിച്ചു എന്നും വിലയിരുത്തപ്പെടണം. അതേപോലെ തന്നെയാണ് നിയമസഭയെ ആരാണ് പ്രതിനിധീകരിക്കുന്നത്, അദ്ദേഹം ഈ നിയമസഭ മണ്ഡലത്തിൽ എന്തു ചെയ്തു എന്നുള്ള കാര്യവും ചർച്ച ചെയ്യപ്പെടണം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദുർഭരണമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഭരണം ഈ നാട്ടിലുണ്ടായത്. ഏതെങ്കിലും ഒരു വകുപ്പ് ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇവിടെ വൃത്തിയായിട്ട് പോയിട്ടില്ല. അഴിമതിയും സ്വജനപക്ഷപാതവും എന്ന് വേണ്ട ഭരണത്തിന് ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല. ഒരു കേന്ദ്രീകര ബിന്ദുവിൽ നിന്ന്, ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് അദ്ദേഹം ചിന്തിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. വകുപ്പ് മന്ത്രിമാർക്ക് പോലും ഒരു സ്വാതന്ത്ര്യവും ഇന്നല്ല. ഇപ്പോൾ നേരത്തെ ആരോഗ്യ മേഖലയെ പറ്റി പറഞ്ഞല്ലോ. ആരോഗ്യ മേഖലയുടെ സ്ഥിതി പറഞ്ഞാൽ കേരളത്തിലെ ഓപ്പറേഷൻ കഴിഞ്ഞ എത്ര ആളുടെ വയറ്റിൽ കത്തിരികയും മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പടച്ചോനെ അറിയുള്ളൂ. ആ തരത്തിൽ തപ്പതിച്ചു പോയി നമ്മുടെ നാട്. 2ാമത്തെ കേസാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ ഒരു ഗവൺമെൻറ് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് അത് ശക്തമായി നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ചർച്ചാ വിഷയമാകേണ്ടത്. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം UDF, അതായത് ഒരു ഭരണപക്ഷ വിരുദ്ധ നില ഉണ്ട്, ആൻറ്റി ഇൻകംബൻസി ഭരണത്തിനെതിരായിട്ടുണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തിനുമുണ്ട് എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. കാരണം ഇതത്രയും വൃത്തികെട്ട ഒരു ഭരണം നടന്നിട്ട് ക്രിയാത്മകമായിട്ട് അതിനെ ശക്തമായി പ്രതിഷേധിക്കാനോ UDFന് സാധിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളിൽ മനമാറ്റം ഉണ്ടായിട്ടുണ്ട്. ശക്തമായിട്ട് ഞങ്ങൾക്ക് കൽപ്പറ്റയിലും ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്. ഷംഷാദ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ ശബരിമലയിൽ നിന്നാണ്. പക്ഷേ അവിടെ ആരിസ് പറഞ്ഞത് എന്താണ്? ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട 2 വിഷയങ്ങളാണ്. അതെന്താ? ഒന്ന് തുരങ്കപാത, മറ്റൊന്ന് ഇവിടുത്തെ ഈ ടൗൺഷിപ്പ്. ഈ 2 വിഷയങ്ങളും സ്വാഭാവികമായും ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഗതികളാണ്. അപ്പോൾ അതിനെ മാറ്റി വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഇവരുടെ ഈ അവകാശവാദത്തെ നിങ്ങൾ എങ്ങനെ നേരിടും? ഒന്ന്,
അതിലൊരു മറുപടി ആദ്യം സ്വർണ്ണക്കുള്ളയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല അതിന് മറുപടി. നിങ്ങളുടെ ദേശീയ സെക്രട്ടറി MA ബേബിയുടെ പത്രസമ്മേളനം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകിട്ട്, ഒന്ന് കണ്ടാൽ മതി. അതിൽ ആരിസ് ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളും മറുപടിക്കൊക്കെ MA ബേബി പറഞ്ഞൊരു വലിയ ഗംഭീരമായ മറുപടിയുണ്ട്. അന്ന് ആരിസ് കണ്ടാൽ മതി, ഞാനത് പറയുന്നില്ല. ടണൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഒരു ടണൽ പ്രൊജക്റ്റ് വരുന്നു. പാരിസ്ഥിതിക അനുമതിയോ മറ്റൊരു അനുമതി ഇല്ലാതെ ഒരു പ്രൊജക്റ്റ് പ്രഖ്യാപിക്കുന്നു. പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായിട്ട് എന്ത് പറയുന്നു? അതിൻ്റെ പാരിസ്ഥിതിക അനുമതിയും ക്ലിയറൻസും കിട്ടാതെ ഒരു ടണൽ പ്രൊജക്റ്റ് ശരിയല്ല. ആ നിലപാടിൽ എന്താ തെറ്റ്? ഒരു അനുമതിയുമില്ലാതെ ഒരു പദ്ധതി ഓൺ ചെയ്യുമ്പോൾ അനുമതികൾ വാങ്ങിയിട്ട് ആ പദ്ധതി ഓൺ ചെയ്യൂ. ഇത് എത്രാമത്തെ ഉദ്ഘാടനമാണ് ടണൽ പ്രൊജക്റ്റിൻ്റെ കഴിഞ്ഞത്? 3 ഉദ്ഘാടനം കഴിഞ്ഞു. അതായത് 2020 ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ മുമ്പ് 2 ഉദ്ഘാടനമായിരുന്നു. ഒന്ന് മേപ്പാടിയിൽ വെച്ചും ഒന്ന് തിരുവമ്പാടിയിൽ വെച്ചു. അതിനുശേഷം പിണറായി വിജയൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. ഇപ്പോൾ അവസാനം വെടിപൊട്ടിക്കുന്ന ഉദ്ഘാടനവും കൂടി ശ്രീ പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട്. 3 ഉദ്ഘാടനം. സ്വാഭാവികമാണ്, അവർ മുതലെടുക്കും ഈ സാഹചര്യത്തെ. പക്ഷേ അവർക്ക് ആ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. പറയുന്നു ഈ ടണൽ പ്രൊജക്റ്റ് അനുമതി കിട്ടി, ഇത് മുന്നോട്ട് പോയി. ഈ ടണൽ പ്രൊജക്റ്റിന് MLA എതിർത്തിട്ടുണ്ടോ? ഇനി ഈ ടണൽ പ്രൊജക്റ്റ് അർച്ചന പറഞ്ഞല്ലോ ഒരു ഇങ്ങനെ എന്താ പറയുക PR വർക്കിൻ്റെ ഭാഗമായി. ഇത് തന്നെയാണ് പ്രശ്നം. ഇവർക്ക് താൽക്കാലികമായ PR വർക്ക് അത്. ഇനി അതിൽ ബ്ലാസ്റ്റിംഗ് നടന്ന ഹർഷൻ വളരെ കേവലം ഒരു PR വർക്ക് പറഞ്ഞല്ലോ. സുപ്രീം കോടതി ഇതിന് അനുമതി കൊടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ്റെ വയലേഷനാണ് അന്നത്തത്. അതിനെ ചലഞ്ച് ചെയ്തിട്ടാണ് ആളുകൾ ഇപ്പോൾ കോടതിയിൽ പോയിരിക്കുന്നത്. ആ കണ്ടീഷൻ എന്താണ്? ബ്ലാസ്റ്റിംഗ് പാടില്ല എന്നാണ്. ചെയ്തത് എന്താണ്? പ്ലാസ്റ്റിക്. അതിനെതിരെയല്ലേ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പ്രകൃതി സംഘടനകൾ പോയത്? ഞാൻ അതിന് ഓൺ ചെയ്യല്ല, പക്ഷെ ഇവർ കാരണമാണ് അതിന് പോയത്. ഇനി അവിടെ നിന്നൊരു തിരിച്ചൊരു മറുപടി വന്നാലോ? 1. 2, ഈ ടൗൺഷിപ്പ് കൃത്യമായ PR വർക്കാണ്. 178 ആളുകൾക്ക് താക്കോല് കൊടുത്തു, നല്ല കാര്യം, ആരും എതിർത്തില്ലല്ലോ. ആ 178 പേരിൽ ഇവിടെ നിന്ന് അവിടെ അപ്പുറത്തേക്കാണല്ലോ ടൗൺഷിപ്പ്. അർച്ചനൊന്ന് പോയി നോക്കിയോ, 178 പേരിൽ എത്ര പേര് അവിടെ താമസിക്കുന്നുണ്ട് എന്ന്. എന്താ താമസിക്കാത്തത്? പ്രവൃത്തി പൂർത്തിയായിട്ടില്ല. എങ്ങനെയാണ് ഒരു പ്രവൃത്തി ഒരു വീടിൻ്റെ താക്കോല് നമ്മൾ കൊടുക്കുമ്പോൾ, ഹർഷന് ഞാനൊരു വീട് നിർമ്മിച്ചെന്ന് താക്കോല് തന്നിട്ട് പറയുകയാണ് പണിയൊന്നും പൂർത്തിയായില്ല, തൽക്കാലം താക്കോല് വാങ്ങി. കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തതുപോലെ അവരിപ്പോൾ മറുപടി പറഞ്ഞോട്ടെ. കണ്ണൂർ വിമാനത്താവളത്തിൽ ആളുകൾ കിടക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ആളുകൾക്ക് കിടക്കാൻ കക്കൂസ് ഉണ്ടാക്കാതെ അല്ലല്ലോ കണ്ണൂർ വിമാനത്താവളം. ഇത് മനുഷ്യന് കിടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടാണ്. ഒരു ബാത്റൂമിൻ്റെ സെപ്റ്റിക് ടാങ്കോ വാട്ടർ ടാങ്കോ ഇല്ലാതെ വയറിങ്ങും പ്ലംബിങ്ങും പൂർത്തിയാക്കാതെ താക്കോല് കൊടുത്ത് PR വർക്ക് നടത്തിയതിനെയാണ് ചോദ്യം ചെയ്തത്. ആ ടൗൺഷിപ്പിൻ്റെ പ്രൊജക്റ്റ് അവിടെ വരുന്നതിൻ്റെ സമയത്ത് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അവിടെ പഞ്ചായത്ത് മുതൽ MP വരെയുള്ളത് മുഴുവൻ സംവിധാനവും UDFിൻ്റെയാണ്. LDFിന് ഒരു സംവിധാനവും ഇല്ല ഇവിടെ. ആ സംവിധാനങ്ങൾ ആരെങ്കിലും ആ ടൗൺഷിപ്പിനെതിരായിരുന്നോ? അല്ല. അതിൽ ചില കാര്യങ്ങൾ എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ ഊരാളുങ്കലിന് 299 കോടിക്ക് ടെൻഡർ ഇല്ലാതെ വർക്ക് കൊടുത്തതിന് ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. പുഴ നവീകരണത്തിന് 195 കോടി രൂപ ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കലിന് ഒരു പരിചയവുമില്ലാത്ത ഒരു മേഖലയിലേക്ക് ഫണ്ട് വെച്ചപ്പോൾ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. പക്ഷേ ആ ടൗൺഷിപ്പിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ തട്ടിക്കൂട്ട് ഉദ്ഘാടനം നടത്തിയിട്ട് മന്ത്രി K. രാജൻ എന്താ പറഞ്ഞത്? ഈ വയനാട്ടിൽ ഈ ഒരു മഴ പെയ്യുമ്പം ഒരു ദുരന്തബാധിതനും ഒരു തുള്ളി മഴ നനയേണ്ടി വരില്ല എന്നാണ്. വയനാട്ടിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മഴയാണ്. ഈ ദുരന്തബാധിതന് ഇപ്പോൾ എവിടെയുള്ളത്? ടൗൺഷിപ്പിലില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട്. പിന്നെ ആരിസ് പറഞ്ഞു പോയി ശബരിമല അർച്ചന് വേണ്ടിയിട്ട് ഞാൻ ശബരിമല മാറ്റിവെച്ചു. ഇപ്പം ടണൽ പ്രൊജക്റ്റും ടൗൺഷിപ്പും പോലെ വയനാട്ടിലൊരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ബ്രഹ്മഗിരി തട്ടിപ്പ് ചർച്ച ചെയ്യുന്നുണ്ട്. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ തൊട്ടപ്പുറത്തെ ബൂത്തിലെ DYFIയുടെ പഴയ ആരിസിൻ്റെ സഹപ്രവർത്തകൻ നൗഷാദ് ചെങ്കൊടിയും പെട്രോളുമായിട്ട് ബ്രഹ്മഗിരി പോയിരിക്കുകയാണ്. എന്നെ ഈ പാർട്ടി വഞ്ചിച്ചു, ഞാൻ ആത്മഹത്യയെന്ന്. 120 കോടി രൂപയുടെ അഴിമതി, കരിവന്നൂരിനേക്കാൾ വലിയ അഴിമതി നടന്നത് ഇവിടെയുണ്ട്. അതും ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടും. ഇതിനെന്താണ് മറുപടി? കാരണം ഇത് ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം എന്ന മട്ടിലാണ് ഈ ടണൽ പ്രോജക്റ്റിനെയും ഈ പുനരധിവാസത്തേക്കും ഒക്കെ CPIM കണ്ടത് എന്നതുകൂടിയാണ് ആരോപിക്കുന്നത്. അത് ആരോപിക്കുന്നത് UDFിന് നല്ല അടിത്തറയുള്ള മണ്ണിൽ നിന്നിട്ടാണ്. അത് അവർക്ക് വേണമെങ്കിൽ വിശ്വസിപ്പിക്കാൻ പറ്റും. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. വയനാട്ടിലെ ജനങ്ങൾ അനുഭവസ്ഥരാണല്ലോ. ടണൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാരിസ്ഥിതിക അനുമതി വേണം, വാങ്ങിയിട്ടേ ഞങ്ങൾ അനുവദിക്കുന്നില്ല പറഞ്ഞത്. വയനാട്ടിലേക്കുള്ള ടണൽ പ്രോജക്റ്റ് ഒന്നും ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ എതിർക്കും എന്നാണ് കേരള പ്രതിപക്ഷ നേതാവ് പറഞ്ഞ. എല്ലാവരുടെ കയ്യിലുണ്ടാവും അതിൻ്റെ വിഷ്വല്, അതുണ്ടാവും. ഇനി രണ്ടാമത്തെ കാര്യം, ടണൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLA എതിർക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല. MLAയുടെ പാർട്ടിയും MLAയുടെ പ്രതിപക്ഷ നേതാവ് എതിർത്താൽ മതി, അതാണ് നയം. MLA അതിനു വേണ്ടി ഇടപെടുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഈ വിഷയത്തിൽ ഇവിടുത്തെ CPMന്റെ ടണൽ പ്രോജക്റ്റിനെ എതിർത്തത് യഥാക്രമം അതിന്റെ അനുമതി അതല്ല, അങ്ങനെയല്ല എതിർത്തത്. വയനാട്ടിലെ ഇപ്പോൾ ദേശീയപാത വികസനത്തെ എതിർത്തത് അങ്ങനെയാണോ? ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എതിർത്തത് അങ്ങനെയാണോ? ഈ പദ്ധതികളൊന്നും എതിർത്തത് അങ്ങനെയല്ല. ഈ കേരളത്തിനകത്ത് നടത്തുന്ന വികസനം എന്ന് പറയുന്നത് ഈ നാട് നന്നായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഒരിക്കലും ഭരണത്തിൽ വരാൻ വേണ്ടി കഴിയില്ല. അതിനെല്ലാ കാര്യത്തിലും അതിന് ടൗൺഷിപ്പിനെ എതിർക്കും.
എല്ലാ കാര്യത്തിലും അത് ദുരന്ത ബാധിതർക്ക്. ഇപ്പൊ പിന്നീട് രണ്ടാമത് പറഞ്ഞൊരു കാര്യം ടൗൺഷിപ്പിന്റെ ഇല്ല, അങ്ങനെ വികസനത്തിന് വോട്ട് ചെയ്തതാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇത്രയും വികസനം ചെയ്യുന്നവരെ ഒന്ന് സഹായിച്ചേക്കാമെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് ഈ പറയുന്ന ഭീകരമായിട്ടുള്ള പരാജയമൊന്നും ഉണ്ടായില്ല. വോട്ടിങ്ങിന്റെ മൊത്തം പാറ്റേൺ എടുത്ത് നോക്കിയാൽ ചില പഞ്ചായത്തുകൾക്കകത്ത് ചില 1-2 സീറ്റുകളുടെ വ്യത്യാസത്തിൽ ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കാര്യത്തിലേക്ക് അത് വേറെ വിഷയമായതുകൊണ്ട് വരുന്നത്. ഞാനിവിടെ പറഞ്ഞ 178 പേർക്ക് ടണൽ പ്രോജക്റ്റിന്റെ കാര്യം ഇതാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം, ലിൻഡോ ആണ് ഏറ്റവും കൂടുതൽ ഇടപെട്ട്, കൽപ്പറ്റ MLA അല്ല. ഇതിലൂടെ വന്നിട്ട് ഈ കള്ളാടിയിൽ ഈ ചുരം കയറി വന്നിട്ട് ലിൻഡോ ആണ് ഇടപെട്ടത്, കൽപ്പറ്റ MLA ഇടപെട്ടിട്ടില്ല. ഇനി ഇതുമായി ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് 178 വീടുകളുടെ അന്ന് എന്താണ് ആ ഉദ്ഘാടന വേദിയിൽ മന്ത്രി രാജൻ പറഞ്ഞത്, റവന്യൂ വകുപ്പ് മന്ത്രി? ഈ ജൂൺ മാസത്തിൽ മഴ വരുമ്പോൾ, കാലവർഷം വരുമ്പോൾ മുഴുവൻ ദുരന്ത ബാധിതരെയും അവിടെ താമസിപ്പിക്കും. ഇനി ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ആൾക്ക് കയറി കിടക്കാനുള്ളതല്ലാന്ന്. ഈ ദുരന്തമുണ്ടായ നാൾ മുതൽ ഇവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ആളുകളെ മാറ്റിയത് മുതൽ 6000 രൂപ ഓരോ കുടുംബത്തിനും കേരളത്തിലെ ഗവൺമെൻറ് വാടക കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അവർ അവിടെ താമസിക്കുന്നത് വരെ കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കും. അത് കേരളത്തിലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരാളും റോട്ടിലല്ല കിടക്കുന്നത്. ഈ ദുരന്ത ബാധിതർ തന്നെ അവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സംതൃപ്തരാണ്. അവിടെ എന്താ പ്രശ്നം? 178 വീടിൻ്റെ രേഖ കൈമാറിയിട്ടുണ്ട്, നഗരസഭയുടെ ടാക്സ് അടച്ച റെസിപ്റ്റ് അടക്കം കൈമാറിയിട്ടുണ്ട്. പക്ഷേ 410 വീടുകളുടെ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. 1500-ലധികം തൊഴിലാളികൾ രാവും പകലും ഇപ്പോൾ അവിടെ പണിയെടുക്കുന്നു. അവിടെ വലിയ മെഷീനുകളുണ്ട്, അവിടെ മറ്റ് ഇൻഡസ്ട്രിയൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്ത് ഈ ആളുകൾക്ക് താമസിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ ജൂൺ മാസത്തോടു കൂടി മുഴുവൻ പണിയും പൂർത്തീകരിച്ച് ഈ ആളുകൾ അവിടെ താമസിക്കും. പക്ഷേ ഒരൊറ്റ കാര്യം, ഒരു ചോദ്യമുള്ളൂ, പണി നടക്കുന്നത് കൊണ്ടാണ് താമസിക്കാൻ ബുദ്ധിമുട്ട്, അല്ലാതെ വീടിന്റെ പണി തീരാത്തത് കൊണ്ടല്ല. അവിടെ 178 രേഖകൾ കൈമാറിയ വീടുകളുടെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അതിലേക്ക് വരികയാണ്. അവിടെ അവിടുത്തെ ടോയ്ലറ്റ് സിസ്റ്റം എന്നുണ്ട്, ബയോ ടോയ്ലറ്റ് സിസ്റ്റം ഒന്നിച്ച് കൊണ്ടുപോയി അവിടെ. അത് മാത്രമല്ല, അവിടുത്തെ വൈദ്യുതി, ഒരു ടൗൺഷിപ്പ് ഏറ്റവും മനോഹരമാണ്, വൈദ്യുതി ഭൂഗർഭ വൈദ്യുതി ലൈനാണ്. അതുപോലെ തന്നെ അവിടെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സെൻട്രലൈസ്ഡ് മാനേജ് സിസ്റ്റമാണ്. അതിന്റെ പ്രവർത്തികളെല്ലാം നടന്നെടുക്കുക. ഈ 410 വീടുകളും ഒരുമിച്ച് വേണം ഈ പറയുന്ന പ്രവർത്തികൾ നടക്കുന്ന. ആ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുക. ആളുകൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്, ആളുകൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇതിൽ നിന്ന് മറ്റു പല ഭവന പദ്ധതികളിൽ നിന്നും ആളുകൾ പിൻവാങ്ങിയിട്ട് ഇപ്പൊ ഇന്ന് ശ്രുതി അടക്കം ഈ MLA പറഞ്ഞ വീടടക്കം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാരിന്റെ ടൗൺഷിപ്പിലേക്ക് വരാൻ ഞാൻ ഈ പൈസ തിരിച്ചു കൊടുക്കാം അവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ പറയാതെ പോയൊരു കാര്യമുണ്ട്, ബ്രഹ്മഗിരി ബ്രഹ്മഗിരിന്റെ ഞാൻ പറയാം, ബ്രഹ്മഗിരി പറഞ്ഞോട്ടെ. ബ്രഹ്മഗിരി വയനാട്ടിലെ കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടി, കർഷകർക്ക് അവരുടെ പ്രൊഡക്റ്റ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വയനാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു വലിയ പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് കൊണ്ടുവന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് 2018-19 കോവിഡ്, പ്രളയം വിഷയങ്ങൾ. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിൻ്റെ ശേഷം ഇവിടെ പ്രധാനമായിട്ട് ഉരുക്കളെ കൊണ്ടുവന്ന് കശാപ്പ് നടത്തി അതിൻ്റെ മാംസം കയറ്റുമതി ചെയ്യലും മറ്റുമാണ്. ഈ വിഷയങ്ങളെല്ലാം വന്നതിന്റെ ശേഷം ആ സൊസൈറ്റി നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മാർക്കറ്റിൽ 250 രൂപ വിലയുള്ള സമയത്തും 180 രൂപക്ക് മാംസം വിറ്റിട്ടുള്ള സൊസൈറ്റിയാണ്. നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ട്. ആ സൊസൈറ്റിയെ തള്ളി പറഞ്ഞിട്ടില്ല, അതിനെ തിരിച്ചു കൊണ്ടുവന്ന് ഈ മുഴുവൻ ആളുകളുടെയും പണം തിരിച്ചു കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞു. ഒരു തർക്കമില്ലല്ലോ. ഞാൻ പറയാം, അതുകൊണ്ടാണല്ലോ ബ്രഹ്മഗിരി എന്ന് പറയുന്നത് ഇതൊരു നടത്തിപ്പിലെ വീഴ്ചയല്ല. അവിടെ നടന്നത് കള്ളത്തരമാണ്. അവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പറയുന്നവരാണ്. ഏത് പാർട്ടിക്കാരനാണ്? CPM. ഇനി അദ്ദേഹം ശ്രുതിയുടെ കാര്യം പറഞ്ഞു. ഞാൻ അതിലൊരു ക്ലാരിറ്റി പറയട്ടെ. നിങ്ങളൊരു വ്യക്തിപരമായി ഇന്നാണ് CPM ജില്ലാ സെക്രട്ടറി അതുമായി ഇറങ്ങിയത്. ഇപ്പൊ ന്യൂസ് മലയാളത്തിന്റെ ഒരു പോസ്റ്റർ ഞാൻ കണ്ടു. ശ്രുതിക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത് ഏതാണ്? ഒരു ഏജൻസിയാണ്, തൃശ്ശൂരിലെ ഒരു ഏജൻസിയാണ്. അവർ ഒരു മിനിറ്റ് അല്ലല്ല, നിങ്ങൾ MLA ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തോ. ആ റഫീഖ് വായിച്ച് പകുതി നിർത്തിയ ബാക്കി വീഡിയോ തരാം, MLA പറയുന്ന വീഡിയോ തരാം. നിങ്ങള് FB പോസ്റ്റിന്റെ ബാക്കി ഭാഗം വായിച്ചാൽ ആ ഏജൻസി ശ്രുതിക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാന്ന് പറയുന്നു. പക്ഷേ MLA പറയുന്ന വീഡിയോ ഉണ്ട്. ശ്രുതിക്ക് 11 സെന്റ് സ്ഥലത്ത് നഗരസഭയിൽ 1-ാം വാർഡിൽ മനോഹരമായ വീട് 6 മാസം കൊണ്ട് നിർമ്മിച്ചു തരും എന്ന് MLA പറയുന്നത്. 6 മാസമല്ല, 2 വർഷം കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നത്
അതിനെന്താണ് തടസ്സം? ഞാൻ പറയുന്നത് തൃശ്ശൂരുള്ള ഒരു ഏജൻസി ശ്രുതിയുമായി സംസാരിക്കുന്നു. ആ ശ്രുതിക്ക് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അവിടെ ഈ ഇന്ന് മത്സരിക്കുന്ന രണ്ടുപേരും അവിടെ ഉണ്ട്. രാഷ്ട്രീയ മികച്ച ഒരു ഓപ്ഷൻ അവർക്ക് ഈ പറയുന്ന ശ്രുതിയുടെ തീരുമാനത്തിന്റെ അല്ല, ശ്രുതിക്ക് വിശ്വാസമില്ല. ശ്രുതി എന്ന് പറയുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമാണത്. അവർക്ക് ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് ശ്രുതി തീരുമാനിക്കുന്നു. ഈ ഏജൻസിയുടെ വീട് മതി എന്ന് തീരുമാനിക്കുന്നു. അവർ തമ്മിൽ ധാരണയാവുന്നു. ഇപ്പൊ ശ്രുതിക്ക് ആ വീട് വേണ്ട എന്ന് പറയുന്നത് പിന്നീട് ശ്രുതി വിശ്വസിച്ചത് എന്താണെന്നറിയോ? ഈ MLA വിശ്വസിച്ചു, MLA പാർട്ടി ഏജൻസിക്കെതിരെ ശക്തമായ വാക്കുകളോട് പ്രതികരിക്കണം. അതിന് വേണമെങ്കിൽ കേസ് കൊടുക്കണം. ഇപ്പൊ പറഞ്ഞല്ലോ, പത്രസമ്മേളനം നടത്തിയപ്പോ MLA പറഞ്ഞല്ലോ, ആ ഏജൻസിയും ശ്രുതിയും തമ്മിലുള്ള ധാരണയിലാണ് ആ വീടിൽ നിന്നും ടൗൺഷിപ്പിൽ ശ്രുതി മാറുന്നത്. MLA പറഞ്ഞത് ഞങ്ങളും കണ്ടു. ആ സമയത്ത് നമ്മൾ റിപ്പോർട്ട് കൊടുത്തതാണ്. MLA ആ വാഗ്ദാനം കൊടുക്കുന്നത്. പക്ഷേ ഈ ഏജൻസി പറ്റിച്ചെങ്കിൽ ഏജൻസിക്കെതിരെ കേസ് കൊടുക്കണം. വേണം. അല്ല, ഏജൻസി പറ്റിച്ചതിൽ ശ്രുതി പറയട്ടെ. CPM ജില്ലാ സെക്രട്ടറി ആണോ പറയണ്ടേ? CPM ജില്ലാ സെക്രട്ടറി അല്ലല്ലോ പറയട്ടെ. അവതരിപ്പിച്ചത് ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ആ ഏജൻസി പറ്റിച്ചു എന്ന് പറയാൻ നമുക്ക് നിയമ നടപടി എടുക്കണം. ജില്ലാ സെക്രട്ടറി അല്ല പറയേണ്ടത്. ഇവർ രണ്ടുപേരും ഈ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഇത്ര സജീവമായി ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് എത്രത്തോളം പങ്കെടുക്കാൻ കഴിയുമെന്നുള്ള പ്രശ്നമുണ്ട്. കാരണം ആളുകൾക്ക് വിശ്വസിക്കാവുന്ന തരത്തിൽ വേണ്ട സഹായം കേന്ദ്രത്തിൽ നിന്ന് ഈ വലിയ ദുരന്തം ഉണ്ടായിട്ടും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ആദ്യത്തെ ഒരു കാര്യത്തിന് പറയാം, ടണൽ പ്രൊജക്റ്റിന് ഞങ്ങൾ എതിരൊന്നുമല്ല. ടണൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇനിയും അത് എപ്പോൾ അവസാനിക്കും, 4.5 കൊല്ലം 5.5 കൊല്ലമൊക്കെയാണ് പറയുന്നത്. വയനാട്ടിലെ റോഡ് കണക്ടിവിറ്റി എന്നുള്ളത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ചുരം റോഡിൻ്റെ പ്രശ്നം നമുക്കറിയാം. 1979 ചർച്ചയ്ക്ക് വന്ന ഒരു റോഡുണ്ട് ഇവിടെ, പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ്. ഈ ബദൽ റോഡ് എന്ന നിലയ്ക്ക് ഏറ്റവും പ്രായോഗികമായി നടപ്പിലാക്കേണ്ട റോഡാണ്. സംസ്ഥാനമാർക്കാരന് അറിയോ എനിക്കറിയില്ല. 1994 അതിൻ്റെ തറക്കല്ലിട്ടത്. ആരാന്നറിയ തറക്കല്ലിട്ടത്? കേരളത്തിലെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവ്, ലീഡർ എന്ന് വിളിക്കുന്ന അന്നത്തെ മുഖ്യമന്ത്രി K. കരുണാകരൻ. അദ്ദേഹം തറക്കല്ലിട്ട ഒരു റോഡാണ്, അല്ല ഒരു റോഡിൻ്റെ പദ്ധതിയാണ്. വർഷം എത്രയായി ഒന്ന് കണക്കൂട്ടി നോക്ക്. അതെന്തുകൊണ്ട് 6 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ റവന്യൂ ഭൂമി, ഫോറസ്റ്റിൻ്റെ ഭൂമിക്ക് ഇരട്ടി ഭൂമി ഇവിടെ വാങ്ങിക്കൊടുത്തിട്ട് വർഷങ്ങളായി. അത് കാട് പിടിച്ച് കിടക്കുന്നു. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ടണൽ പ്രൊജക്റ്റ് ഞങ്ങളെതിരല്ല. പക്ഷേ വയനാട്ടിലെ പ്രശ്നങ്ങൾ, ഞാൻ ഇന്നും കോഴിക്കോട് പോയി വന്ന ആളാണ്. മണിക്കൂറുകളോളം ഞാൻ ചുരത്തിലും കുന്നമംഗലത്തിലും താമരശ്ശേരിയിലും കുടുങ്ങിയിട്ട് നിന്ന്. അപ്പോൾ ഇത് ജനങ്ങൾ മുഴുവൻ അനുഭവിക്കുകയാണ് വയനാട്ടിലെ. അതിന് വേണ്ടിയിട്ട് ഒരു ദീർഘകാല പദ്ധതിയാണോ വേണ്ടത്? ഇത്രയും ലളിതമായ ഒരു പദ്ധതിയുള്ളപ്പോൾ അത് നടപ്പിലാക്കുകയാണോ വേണ്ടത്? ഇപ്പോഴും ലജ്ജ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഈ പ്രചരണ വാഹനത്തിൽ കേട്ടൊരു മുദ്രാവാക്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൂഴിത്തോട് പടിഞ്ഞാറത്തെ റോഡ് പ്രായോഗികമാവും. അപ്പോൾ ഈ 5 കൊല്ലം ഭരണത്തിൽ വന്നവർക്ക് ഇതിൽ ഉത്തരവാദിത്വമൊന്നുമില്ലേ? ഈ 5 കൊല്ലം ഭരണത്തിൽ 10 കൊല്ലം ഭരണത്തിൽ ഇരുന്നവർ പൂർത്തീകരിക്കാതെ പിന്നെ മുദ്രാവാക്യം വിളിക്കുകയാണോ? ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഇവിടെ നടക്കുന്നതൊക്കെ കപട വാഗ്ദാനങ്ങളും പ്രശ്നങ്ങളുമാണ്. ജനങ്ങളെ ഇങ്ങനെ കാലാകാലങ്ങളായി ഇങ്ങനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ ഉള്ളത് എന്താ? ഒരു ദുരന്തത്തിൽപ്പെട്ട പാവപ്പെട്ട ജനവിഭാഗം എവിടെയെങ്കിലും ഒരു കൂര കെട്ടു നോക്കി നടന്ന അതിൻ്റെ പേരിൽ തമ്മിത്തല്ലാണ്. പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞു വരാം. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നല്ലേ? ഇല്ലെങ്കിൽ വേണ്ട. ഞങ്ങൾ ആവശ്യം എന്താന്ന് പറയാമല്ലോ. ഇപ്പൊ താക്കോൽ കൊടുത്തിട്ട് ദിവസം എത്രയായി? ഇലക്ഷന് മുമ്പ് വോട്ട് കിട്ടണ്ടേ? അപ്പൊ ഇലക്ഷന് മുമ്പ് ഉദ്ഘാടനം അല്ല, അതിനേക്കാളൊക്കെ ഗുരുതരമായ ആരോപണമാണ് BJPക്ക് ആരോപണം. ഞാൻ മറുപടി പറഞ്ഞോളാം. കാരണം ഒരു ദുരന്തമുണ്ടായാൽ സംസ്ഥാന സർക്കാരിന് അതിന് നല്ല ബാധ്യതയൊക്കെ ഉണ്ട്. അങ്ങോട്ട് വിരൽ ചൂണ്ടണ്ട. എല്ലാത്തിനും മേലോട്ട് വിരൽ ചൂണ്ടണ്ട. 5 നയാ പൈസ അങ്ങനെയാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളോടും ആ സമീപനം വേണം. അതിന് കാരണമുണ്ടെന്നേ. ദുരന്തമുണ്ടായ ആഗസ്റ്റ് 1 തന്നെ, ജൂലൈ 30 കഴിഞ്ഞ് ആഗസ്റ്റ് 11 തന്നെ 145 കോടി ഉറുപ്പിക ഈ ഫണ്ടിലേക്ക് 2 തവണയായിട്ട് ഒക്ടോബറിലുമായിട്ട്
നമ്മൾ കൊടുത്തു. ഇത് ചെലവഴിക്കാനുള്ള പണമാണ്. അത് ഈ ദുരന്തത്തിന് ഈ ദുരന്തത്തിന് അനുവദിച്ചതല്ലല്ലോ. ദുരന്തവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചതല്ലോ. പ്രധാനമന്ത്രിയുടെ ദുരിത ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ അവരുടെ വിക്ടിംസിന് ആദ്യം കൊടുത്തു. പരിക്കേറ്റവർക്ക് 50,000 കൊടുത്തു. ഇല്ല നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് പണം കൊടുത്തുകൊണ്ടേ. ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് അല്ലെങ്കിൽ കൊടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ കൊടുത്തോട്ടെ. നിങ്ങൾക്ക് അടിയന്തരമായി കിട്ടിയോ? കൊടുക്കേണ്ട ഡേറ്റിനാണോ കിട്ടിയത്? മറുപടി പറയാം. ഞാൻ പറഞ്ഞോട്ടെ മറുപടി. ഞാൻ സംസാരം നിങ്ങൾ അതുകൊണ്ട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ് ഇലക്ഷന് മുമ്പ് വോട്ട് തട്ടാനുള്ള എല്ലാ വെപ്രാളമാണ് ഈ 2 മുന്നണികളും കാണിക്കുന്നത്. പാവപ്പെട്ട ജനം ഇപ്പോഴും അവരെവിടേക്കോ താമസിക്കുകയാണ്. ഇതെന്താ വിറ്ററിയോ? സാധാരണയായിട്ട് പറയുമ്പോൾ മറുപടി പറയാത്ത എന്താ അറിയോ? സാധാരണയായിട്ട് നല്ല സാത്വികനായ ഒരു മനുഷ്യനാണ്. പക്ഷെ BJP ആയതുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വരിക. അതുകൊണ്ടാണ് അതിന് മറുപടി അറിയാതെ, അല്ലാണ്ട് മറുപടി ഇല്ലായിട്ടല്ല. ആർക്കാ ചോദിക്കാനുള്ളത്? ആർക്കാണ്? നമുക്ക് പ്രേക്ഷകരുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. അതായത് തർക്കത്തിലേക്കല്ല, ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ആരോടാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ഷംഷാദിനോടാണ്. വയനാട് ജില്ലയിൽ ഇപ്പോൾ ഷംഷാദ് പറഞ്ഞപ്പോൾ അതേ മനഃപൂർവ്വം വിട്ടതാണെന്ന് അറിയില്ല. വയനാട് ജില്ലയിലും കേരളം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന നിങ്ങളുടെയൊക്കെ മാധ്യമപ്രവർത്തകരാണല്ലോ, കോൺഗ്രസ് പിരിച്ച പണം എവിടെ കോൺഗ്രസ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ച. വിഷയം കൊണ്ടുവരേണ്ടത് അല്ല അല്ല നിങ്ങൾ ടൗൺഷിപ്പ് പറയുമ്പോൾ അതും പറയണമല്ലോ. ടൗൺഷിപ്പിന്റെ പേരിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വിമർശിക്കാൻ നിൽക്കുന്ന ആളുകൾ എന്താണ്, അവർ പിരിച്ച പണവും അതുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ കൃത്യമായി പറയാൻ അവർക്ക് ബാധ്യതയുണ്ട്. അവരുടെ പല രീതിയിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് ദുരന്തബാധിതരുടെ പറ്റിച്ച കാര്യമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷംഷാദ് മറുപടി പറഞ്ഞ വിഷയമാണ്. വയനാട് ജില്ല കേരളത്തിലെ മറ്റ് 13 ജില്ല പോലെയല്ല. വയനാട് എന്ന് പറയുന്നത് കേവലം 3 MLA മാത്രമുള്ള ജില്ലയാണ്. ആകെ ഒരു MP ജില്ലക്കുള്ളൂ. ആ MP ഡൽഹിയിൽ നിന്നാണ്. 2 MLA ഇവിടെ ആദിവാസി വിഭാഗത്തിനുണ്ട്. ഒറ്റ ജനറൽ സീറ്റേ ഉള്ളൂ. ആ MLA കോഴിക്കോട് നിന്നാണ്. വയനാട്ടിലെ കോൺഗ്രസ്സുകാർ കഴിവ് കെട്ടുപോയതായതുകൊണ്ടാണോ ഈ ജില്ലയിൽ നിന്നുള്ള ഒരാൾക്ക് മത്സരിക്കാൻ ഇവർ അനുവദിക്കാതെ കോഴിക്കോട് നിന്ന് ആളെ കൊണ്ടുവരുന്നുള്ളത് ഷംഷാദ് മറുപടി പറഞ്ഞു. സത്യത്തിൽ ഈ പദ്ധതിയോട് സർക്കാരിന്റെ പദ്ധതിയോട് സഹകരിക്കുകയായിരുന്നു നല്ലത് എന്ന് അല്ല, ഞാൻ ചോദിച്ചതല്ല ഇത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്ന് ടൗൺഷിപ്പ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഈ ഊതി വീർപ്പിച്ചൊരു ബലൂൺ അന്തിമ ലിസ്റ്റ് ഇതുവരെ ദുരന്തബാധിതരുത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? CPM-ന്റെ പ്രതിനിധി മറുപടി പറഞ്ഞാൽ മതി. അന്തിമ ലിസ്റ്റ് ഉണ്ടോ? അതൊന്ന്, അത് ലിസ്റ്റ് പറയുക. അന്തിമ ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് ഒന്ന്. 2, ഈ കോൺഗ്രസ് പിരിച്ച പണം, 3 ആളുടെ പണവും നമുക്ക് കണക്കിന് വെക്കാം. CPM പിരിച്ച പണം, കോൺഗ്രസ് പിരിച്ച പണം, DYFI പിരിച്ച പണം. 3 പേരും പിരിച്ചിട്ടുണ്ടല്ലോ. CPM ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയോ ദേശീയ കമ്മിറ്റിയോ ഒരു പിരിവ് നടത്തിയല്ലോ. ആ പിരിവ് നടത്തി 92 ലക്ഷം രൂപയോളം അടച്ചിട്ടുണ്ട്. ഇവിടെ CMDRF കൊടുത്തു. ഈ തുക പിരിക്കാൻ വേണ്ടി പഞ്ചാബ് സിന്ധ് എന്ന് പറയുന്ന ഒരു ബാങ്കിലെ അക്കൗണ്ടിലേക്കാണ് പണം സ്വീകരിച്ചത്. 2 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ആ പണം സ്വീകരിച്ച് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വിട്ടോളൂ. 92,90,000 ആണോ കിട്ടിയത്, അതിൽ കൂടുതലാണോ കുറവാണോ നാട്ടുകാർ അറിയട്ടെ. അപ്പോൾ ഈ CMDRF-ൽ കൊടുത്ത സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പെട്ടെന്ന് കഴിഞ്ഞു. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, CPM-ന് കഴിഞ്ഞിട്ടില്ല. അതിലൊരു ക്ലാരിറ്റി വേണ്ടേ? ഇനി DYFI-യിലേക്ക് വരാം. DYFI 20 കോടി രൂപ ആക്രിയൊക്കെ പെറുക്കി വലിയ പ്രയാസപ്പെട്ടിട്ടാണ് പൈസ കൊടുത്തതെന്ന് പറയുന്നു. ഇത് സനോജ് പറയുന്നത് ഞങ്ങൾ മാർച്ച് മാസം ഈ പൈസ കൊടുത്തു എന്നാണ്. സനോജിൻ്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് 4/4/2025 എന്ത് ചെയ്യുന്നത്, ഈ സനോജ് പണം കൊടുക്കുന്നത്. അന്ന് കൊടുക്കുന്ന ചെക്കിൽ എഴുതിയിരിക്കുന്നത് CMDRF-ലേക്ക് എന്നുള്ളതാണ് ഫണ്ട്. CMDRF-ലേക്ക് DYFI 20 കോടി കൊടുത്തതിൻ്റെ ഒരു റെസിപ്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ CPM-ന് കിട്ടിയ ഒരു റെസിപ്റ്റ് ഉണ്ടാവുമല്ലോ. അതേപോലത്തെ ഒരു റെസിപ്റ്റ് എന്ത് ഇത്ര കാലമായിട്ട് പുറത്തു വരാത്തത്? അപ്പോൾ പറഞ്ഞു CMDRF-ലല്ല കൂടി. ഇനി ആരിസ് പറയും DYFI പിരിച്ച് 20 കോടി രൂപ CMDRF-ലാണോ കൊടുത്തത്, വേറെ ഏതെങ്കിലും അക്കൗണ്ടിലാണോ കൊടുത്തത് ഉണ്ടെങ്കിൽ അതിന്റെ ഞാൻ പറയും. ഹർഷ പേടിക്കല്ലേ, ഞാൻ ഇവിടുന്ന് പോകുന്നില്ലല്ലോ. കോൺഗ്രസിന്റെ ഒരു വർഷം ശൈജലല്ലേ. പിന്നെ ഇത്ര കാലത്തിനിടെ ഇന്ന് KPC പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞു 6 കോടി രൂപ, അതായത് 5 കോടി ചില്ലറ കോൺഗ്രസ് പിരിച്ചതും 1 കോടി രൂപ യൂത്ത് കോൺഗ്രസിന്റെ അടക്കം 6 കോടി രൂപ പിരിച്ചിട്ടുണ്ട്. അതിൽ 3.20 ഹെക്ടർ സ്ഥലം എവിടെ വാങ്ങി? കുന്നംപറ്റയിൽ വാങ്ങിയല്ലോ. അതിന് തൊട്ടടുത്ത് 2.70 ഏക്കർ ഭൂമിക്ക് കൂടി നമ്മൾ അഡ്വാൻസ് ചെയ്തതിന് പേയ്മെൻറ്റ് നടപടികൾ പൂർത്തിയാക്കുന്നു. ഈ 2 ഭൂമിയുടേക്കുള്ള സ്ഥലവും ഞങ്ങൾ വാങ്ങും. അതിൽ നിന്ന് എക്സ്ട്രാ എടുത്ത ചിലവ് എന്തിൻ്റെയാണ്? ആപ്പിൻ്റെ പൈസ മാത്രമാണ്. അപ്പോൾ ഈ വീട് നിർമ്മിക്കാൻ പൈസ ഇല്ല എന്ന് KPC പ്രസിഡന്റ് പറഞ്ഞു. സത്യമാണ്. അതായത് ഇതുവരെ പിരിച്ചു കിട്ടിയ തുക കൊണ്ട്
5 ഏക്കറയുടെ മുകളിൽ സ്ഥലം ഞങ്ങൾ വാങ്ങി. അപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം, ഇനി അടുത്ത ചോദ്യം വരും, വീട് വെക്കാൻ സ്ഥലമില്ലാതെ ഇനി നിങ്ങൾ പിരിവിനിറങ്ങുമെന്ന്. ഞാൻ ഒന്നും പറയുന്നില്ല. വയനാട് ജില്ലയിലെ ഈ പാർലമെൻറ്റിലെ എല്ലാ പഞ്ചായത്തിലും ഒരു വിധവയായ പെൺകുട്ടികൾ മാത്രമുള്ള അമ്മയ്ക്ക് വീട് ഞങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും പിരിച്ചിട്ടാണോ എന്നുള്ളത് പോയി അന്വേഷിച്ചാൽ മതി. റൈറ്റ്. അല്ല, എന്തായാലും ഇതല്ലേ സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഇതുവരെ കാര്യങ്ങൾ നടന്നിട്ടില്ല, അവർ താമസിക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല എന്ന് ആരോപിക്കുമ്പോൾ ഒരു പ്രശ്നം ഈ അതുപോലെ തന്നെ ഈ ഇതിൽ ഈ പുനരധിവാസ പദ്ധതി കാത്തുനിൽക്കുന്ന ആളുകളുണ്ട്. ഞാൻ അർച്ചനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അന്തിമമാവാത്ത ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ. ആ ലിസ്റ്റിൽപ്പെട്ട ദുരന്തബാധിതർക്കാണല്ലോ ഈ 405 വീട്. അതിലാരും താമസിക്കുന്നില്ലല്ലോ. കോൺഗ്രസ് എടുക്കുക എന്ന് പറഞ്ഞ ആളുകൾ ആരാ? അർച്ചനൊന്ന് പറയൂ. ഏത് കോൺഗ്രസിന്റെ വീടിന് ഞങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞത് പറയട്ടെ ഷൈജലേ. ഈ പട്ടികയ്ക്ക് പുറത്ത് പോയിട്ടുള്ളവരാണ് എന്ന് നിങ്ങൾ ഇപ്പൊ പറയുന്നവർ. പക്ഷെ ആ പട്ടിക വരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. കണ്ടില്ലല്ലോ പട്ടിക. ആ പട്ടിക വയനാട്ടിൽ ആരും കണ്ടിട്ടില്ല. ആ പട്ടിക അതായത് അപ്പൊ നിങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടേണ്ടത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം. അത് രഹസ്യമാണോ? അവർക്ക് അപേക്ഷ കൊടുത്തു. അല്ല, അതും രഹസ്യമാണോ? എന്തിന് രഹസ്യം? അത് അർച്ചന സ്ഥലം അറിയാത്തോണ്ടാ. അല്ലല്ല, ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്നുള്ള പട്ടികയുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്. ഈ 2 പ്രദേശം ഞാൻ പറഞ്ഞുതരാം. ഇവർ സർക്കാരിൽ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ഇവരുടെ അപ്പീൽ സർക്കാർ കേട്ടു. അതിനുശേഷം ജനുവരി 31 ഫൈനൽ. പിന്നെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച KPCCയുടെ വീടിന്റെ ചർച്ച നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഇന്നാണ് KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് ഞാൻ സംശാദ് പറയുമ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ല ഇതുവരെ. ഇന്നാണ് പറയുന്നത്. 2-3 ദിവസം മുമ്പല്ലേ നിങ്ങൾ ചാനലുകാർ ചോദിക്കുമ്പോൾ വയനാട്ടിലെ വീടിൻ്റെ പണി എന്തായി എന്ന് ചോദിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ അവിടെ പണി നടക്കുന്നുണ്ടെന്ന്. ഏത് പണി നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്? അവിടെ ആളുകളെ ശുദ്ധമായിട്ട് പറ്റിക്കുകയാണ്. ചോദ്യം വന്നപ്പോൾ നിവൃത്തികേട് കൊണ്ട് ഒരു കണക്ക് അങ്ങ് എടുത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഇവിടെ ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ദുരന്തം നടക്കുന്ന സമയത്ത് ഈ ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാൻ, കലക്ടർ കഴിഞ്ഞാൽ കോ ചെയർമാൻ ആരാന്നറിയോ? ഈ സംഷാദ് മരക്കാരാണ്, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. അതിലെ അംഗങ്ങൾ ആ 3 വാർഡിലെ മെമ്പർമാരായിരുന്നു. ആ 3 വാർഡ് മെമ്പർമാർ ഈ MLA അടക്കമുള്ള ആളുകളാണ്. ഈ ലിസ്റ്റ് അവിടെ ഉണ്ടാക്കേണ്ടതും അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചതൊക്കെ ഈ സംഷാദിന്റെയും മേപ്പാടി പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ്. ആ ലിസ്റ്റിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? അതിനുശേഷം ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ട്. സർക്കാർ അത് പരിഗണിച്ചിട്ടുണ്ട്. ആ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് അതിന്റെ ശേഷം ഈ സംഷാദ് അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് അത് പുതുക്കിയിട്ടുണ്ട്. ഇനിയും അതിനകത്ത് പറയട്ടെ, ഇനിയും ആ പ്രദേശത്ത് പല പ്രദേശങ്ങളിലുമുള്ള ആളുകൾ അവിടെ ഇതിന്റെ പ്രയാസം നേരിടുന്നുണ്ട്. ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ട് റാട്ടപ്പാടിക്കാരും അടക്കമുള്ള ആളുകൾ സർക്കാരിന് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അതിൽ യെസ് ഓർ നോ പറയേണ്ടത് സർക്കാരാണ്. മറുപടി ഇല്ലായിട്ടല്ല. ഈ ആളുകളെ അവിടെ അർഹരായിട്ടുള്ള ആളുകളെ ഇനിയും അവിടെ ഉൾപ്പെടുത്തണം. അത് മാത്രമല്ല, ചൂരൽമല എന്ന് പറയുന്ന ഒരു പ്രദേശം, അത് പടവെട്ടി ഇനി റാട്ടപ്പാടി ഏതോ ആയിക്കോട്ടെ, ആ പ്രദേശം പുനർനിർമ്മിക്കണം. അവിടെ സ്കൂൾ തിരിച്ചു കൊണ്ടുവരണം. അവിടെ വില്ലേജ് ഓഫീസ് തിരിച്ചു കൊണ്ടുവരണം. അവിടുത്തെ കൃഷിസ്ഥലങ്ങൾ തിരിച്ചെടുക്കണം. മേപ്പാടി മുതൽ അങ്ങോട്ടുള്ള ധാരാളം ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. അത് പൂർണ്ണമായി ഇങ്ങോട്ട് മാറ്റാൻ കഴിയില്ല. ഈ 3 വാർഡിനകത്ത് ഈ അഫക്റ്റഡ് ഏരിയയാണ് ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിനനുസരിച്ചുള്ള ലിസ്റ്റാണ് ഉണ്ടാക്കിയത്. അതിന്റെ കാര്യം പറയട്ടെ. ഇനി ഡിവൈഎഫ്ഐയുടെ ഫണ്ടിന്റെ കാര്യം, ഡിവൈഎഫ്ഐ അവര് അന്ന് കൊടുത്ത സാധാരണഗതിയിൽ ഒരു പൊതുവേദിയിൽ കൊടുക്കുന്ന വലിയ ചെക്ക്, ഈ ചെക്കിന്റെ കഥ പറഞ്ഞിട്ട് അവർ നടക്കുന്നത് ഡിവൈഎഫ്ഐ 20 കോടി കൊടുത്തു. 20 കോടി ഡിവൈഎഫ്ഐ കൊടുത്തിട്ടില്ല. 20 കോടി ഡിവൈഎഫ്ഐ കൊടുത്തിട്ടില്ല. ഞാൻ അർച്ചനോട് ചോദിച്ചു, കൊടുത്തിട്ടില്ലേ? ഉണ്ടാവില്ല. 20 കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സംഷാദ് ഈ പണി നിർത്തുവോ? ഞാൻ പറഞ്ഞു, നാളെ തെളിയിച്ചു തരാം. ചെറിയ ആരോപണമല്ല, അതാ പറയുന്നത്. ഗുരുതരമായ ആരോപണമാണ്. ഒരാളും ഇതുവരെ പറയാം. നിങ്ങൾ നോക്ക്, ഒന്ന് ഞാൻ പറഞ്ഞു, യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി ഈ ഡിവൈഎഫ്ഐയുടെ സഖാക്കള് അവര് ചുമടെടുത്ത് അവര് മീമിട്ട് അവര് വാഹനം കഴുകി അങ്ങനെയാണ് അവരെ പൈസ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ CMDRFന്റെ റെസിപ്റ്റ് കാണിക്കുക. ഇപ്പൊ സംഷാദ് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം കഥ അറിയാന്ന് എനിക്കറിയാം. ആരിസിനോട് ഞാൻ ചോദിക്കുന്നു, ഡിവൈഎഫ്ഐ CMDRFിലേക്ക് തന്നെയാണോ കൊടുത്തത്? ഉറപ്പിച്ചു പറയും ഡിവൈഎഫ്ഐ CMDRFിലേക്ക് കൊടുത്തത് PIU എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കാ, CMDRFിലേക്ക് അല്ല. നിങ്ങളുടെ സനോജ് പറഞ്ഞേ
PIU എന്ന് പറയുന്ന പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിലേക്കാണ് ഡിവൈഎഫ്ഐ പൈസ കൊടുക്കുന്നത്. മാത്രമല്ല ചർച്ചയിൽ വന്ന ഹാരിസിന് പോലും അറിയില്ല ഡിവൈഎഫ്ഐ CMDRFിലേക്ക് അല്ല കൊടുത്തത്. PIU-ലേക്ക് കൊടുത്തിട്ടുണ്ടോ? പറയാം, ഇനി പറഞ്ഞുതരാം. PIU-ലേക്ക് കൊടുക്കുന്ന ആരാന്നറിയോ? കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ CSR ഫണ്ടാണ്. ഡിവൈഎഫ്ഐ കോർപ്പറേറ്റ് സ്ഥാപനമാണോ PIU പൈസ കൊടുക്കുന്നത്? പൈസ കൊടുത്തോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അവര് കാണിക്കുന്ന റെസിപ്റ്റിൽ CSR എന്ന് കാണിക്കുന്നത്. ഡിവൈഎഫ്ഐക്ക് എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്? ഈ പ്രോജക്റ്റിന് 20 കോടി PIU-ലേക്കെങ്കിൽ PIU-ലേക്ക് കൊടുത്തോ? ഞാൻ ചോദിക്കുന്നത് PIU-ലേക്ക് കൊടുത്തു എന്ന് സനോജ് ഒരു കാര്യം ചോദിക്കുന്നത്, ഈ ടൗൺഷിപ്പിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ അതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള സ്വരുക്കൂട്ടിയുള്ള തുക അവിടെ അടച്ചിട്ടുണ്ടോ ഇല്ലേ? അതല്ലേ സംശയം പറയണ്ടേ? യൂത്ത് കോൺഗ്രസ് അടച്ചിട്ടുണ്ടോ? കോൺഗ്രസ് അടച്ചിട്ടുണ്ടോ? അതവിടെ പറയുന്നത്. വന്ന തുക എത്രയാണ്? അല്ല, എനിക്കറിയില്ല. അതാ ഞാൻ ചോദിച്ചത് എത്രയാണ്. അതല്ല, അങ്ങനെ 20 കോടി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? PIU-ലേക്ക് വന്ന തുക എത്രയാണ് കേരളത്തിന് മുഖ്യമന്ത്രി? എന്തായാലും ഡിവൈഎഫ്ഐ ഇതിന്റെ ഈ വിഷയത്തിൽ മറുപടി പറയുമായിരിക്കും. ഇവിടുത്തെ ദുരന്തം, വയനാട്ടിലെ ദുരന്തവും പുനരധിവാസവും തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഇപ്പോഴും നിൽക്കുന്നത്. ശ്രീ സദാനന്ദൻ അതിലൊരു ടേക്ക് മറുപടി സംശാദ് പറയുമ്പോ കേട്ടു നിന്നതാണ്. അതിന്റെ ഇടയിൽ ബഹളം വെച്ചിട്ട് അതിനൊരു മറുപടി പറയണം. ഞാനൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് അത് മറുപടി പറയാൻ പോകുന്നത് ശരിയല്ല. അതല്ല, അത് ശരിയല്ല. സംശാദ് ഇവിടെ പറഞ്ഞ കാര്യം CMDRF ആണെന്നുള്ളതല്ല. ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ്. ഡിവൈഎഫ്ഐ ഈ കേരളത്തിനകത്ത് 20 കോടി രൂപ അവരെ ആക്രി ചുമന്നിട്ടായാലും ശരി, മറ്റ് പ്രവർത്തികൾ ചെയ്തിട്ടായാലും ശരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വീടെടുക്കുന്നതിനകത്ത് 100 വീടിനുള്ള പൈസ ഡിവൈഎഫ്ഐ അടച്ചിട്ടുണ്ട്, സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് അടച്ചിട്ടുണ്ട്. ഇല്ല എന്ന് സംശാദിന് പറയാൻ വേണ്ടി സാധിക്കും. എന്നാൽ ചോദിക്കുന്നത്, യൂത്ത് കോൺഗ്രസുകാരൻ ആപ്പുണ്ടാക്കി പിരിച്ച പൈസ എവിടെയാണ്? KPCC-യുടെ പൈസ എവിടെയാണ്? അതാണ് ഇവിടെ ചോദിക്കേണ്ടത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴും ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ വരുന്ന പുത്തൂർ വയലിന് തൊട്ടടുത്തുള്ള കുന്നമ്പറ്റയിലാണ് ഇവർ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. അവരവിടെ 7 ഏക്കർ സ്ഥലം വാങ്ങുന്നു എന്നാ പറഞ്ഞത്. ഈ സ്ഥലത്തിന്, അവിടുത്തെ സ്ഥലത്തിന്റെ വില, അതും ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്. അവിടെ ആനിറങ്ങുന്ന സ്ഥലത്ത് അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആ സ്ഥലത്ത് ഞാനൊന്ന് പറയട്ടെ, സഹായിക്കുന്ന BJP-യുടെ സംശാദിന് മറുപടി പറയുന്നതിൽ എന്താ BJP-ക്ക് ഇത്ര പ്രശ്നം? ഞാൻ പറഞ്ഞത് സർക്കാരിന്റെ അക്കൗണ്ടിലുണ്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ഒച്ച വെക്കാനല്ല പറഞ്ഞത്. അതിന്റെ അഡ്വാൻസ് വാങ്ങിയിട്ട് ഈ കോൺഗ്രസിന്റെ റിയൽ എസ്റ്റേറ്റ് എത്ര ഏക്കർ നിങ്ങൾ എത്ര ഏക്കർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? സംശാദ് പറ, എത്ര ഏക്കർ അവിടെ ചെയ്തിട്ടുണ്ട്? ഇതിനകത്ത് കാര്യമില്ല. ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എത്ര ഏക്കർ അതല്ല പറയണ്ടേ? ഇത് ആരിസേ, നേരത്തെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഇനി ഞാൻ പറയുമ്പോൾ ഒന്നും ഉണ്ടായിരിക്കും. ഇവിടെ നമ്മളെന്തായി? ഈ പച്ചയ്ക്ക് വന്നോലും ഇത് കേൾക്കുന്നവരും വിഡ്ഢികളായി. അല്ല, ഇതൊരു പ്രശ്നമല്ലേ? ഇവര് 2 പാർട്ടിക്കാർ തമ്മിൽ നടത്തിയ കൊള്ളയെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നടത്തിയതായാലും പിരിച്ചതായാലും ശരി, കോൺഗ്രസിന്റേതായാലും ശരി, അവര് BJP ഈ ദുരന്തം ഒരു പ്രശ്നമല്ല എന്ന് കരുതി. ഇവിടെ എന്താ പ്രശ്നം? എന്താ? ദുരന്തത്തിൽ പണം തട്ടിയ കാശാ ഈ പറയുന്ന 2 കൂട്ടരും. ഇതിൽ ഞങ്ങൾക്ക് എന്താ കാര്യം? അതല്ലേ പറയേണ്ടത്. അവര് തമ്മിൽ പണം കെട്ടിട്ട് ഞങ്ങൾ എന്തിനു കേൾക്കണം? അവരിതാണ് പരിപാടി. മറ്റു ചോദ്യങ്ങളിലേക്ക് പോവാം. അവർക്ക് ഇതാ പരിപാടി.
അല്ലല്ല പണം കട്ടിലുണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും വെച്ച് തീർത്തോട്ടെ. ഇതുപോലെ ചർച്ചയിൽ എന്തൊരു വിട്ടിത്തരാത് ജനങ്ങളെ വിട്ടിയതാക്കി. ഇന്നും മറ്റേ ഒരു തലക്കല്ലിട്ട് പോയി. ആ തലക്കല്ല് വേറെ ചുവനെ കൊണ്ട് ചാരി വെച്ചിരിക്കുക. അവിടെ ഒരു വീടിന് തലക്ക് ചെയ്തോ. എന്നിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയാ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന്. എവിടെയാ നടന്നത്? പ്രസ്താവന എന്താ പറയണ്ടേ? പറഞ്ഞോ അല്ലെ ഇങ്ങോട്ട് തന്ന പൈസ തിരിച്ചു ചോദിക്കുന്ന നിങ്ങൾ വയനാടിനെ കുറിച്ച് എന്ത് ബാധ്യത പറയാനാ? പലിശ അടക്കാൻ നിങ്ങൾ ചോദിക്കുന്നത് എന്ത് ബാധ്യത? നിങ്ങൾക്ക് എന്ത് ബാധ്യത? ആരോടാ ഇത്? ബിജെപിയോട്. അതിന് മറുപടി പറയാം. ഇവിടെ ആരാണ് ചോദ്യം ഉണ്ടോ? ഇവിടെ വല്ലാത്തൊരു സ്ഥലമാണ്. ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒന്ന് ഇത് തന്നെയാ പറയാനുള്ളത്. ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം വരെ ഈ BJPക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട് എന്താണ് അർഹത എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. ഒന്ന്, ടണൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു 3 ഉദ്ഘാടനങ്ങളാണെന്ന് പറഞ്ഞു. അതേ ദിവസം ടണൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് 3 ഉദ്ഘാടനങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്ന സമയത്തും ടണൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് VD സതീശൻ ഒരു നിലപാടാണ്. ഇപ്പോ പറയുന്നു ഇവിടെയുള്ള UDF നേതാക്കൾക്ക് ആരും ടണൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും എവിടെയും ദോഷം പറഞ്ഞിട്ടില്ല എന്ന്. രണ്ടുപേർക്കും വേറെ വ്യത്യസ്ത അഭിപ്രായമാണോ എന്നുള്ള ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം കൂടി ഈ ചൂരൽമല മുണ്ടക്കൈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ വർഷത്തിലേക്ക് നമ്മളിവിടെ 2ാമത്തെ വർഷം ആവുകയാണ്. 1.5 വർഷമായി കോൺഗ്രസ് ഇത് പൈസ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഫെബ്രുവരി 26-നാണ് കോൺഗ്രസ് നേതാക്കളെ കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും ടണൽ പ്രൊജക്ടിന് 3 ഉദ്ഘാടനമാണെന്ന് പറഞ്ഞു വെക്കുന്ന സമയത്തും അക്കൗണ്ടിൽ പൈസ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇലക്ഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്കൗണ്ടിൽ പൈസ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നിങ്ങൾ ഈ ഉദ്ഘാടനം ചെയ്തത്? ടണൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ തുടക്കത്തിൽ ഒറ്റ ചോദ്യം കൂടെ വന്നിട്ട് നമുക്ക് മൊത്തം മറുപടികളിലേക്ക് വരാം. നമ്മുടെ സഖാവിനോട് ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. കേന്ദ്രം ശാസ്കീയ ഫണ്ട് ഉൾപ്പെടെ 1086 കോടി രൂപ കൊടുത്തിട്ടുണ്ട് കേരള സർക്കാരിന്. അതിന്റെ കണക്ക് ആയിക്കോട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ സഹോദര. കൂടാതെ 745 കോടി രൂപയോളം ദുരിതാശ്വാസ ഫണ്ടിലേക്കും കിട്ടി. ഇവിടെ 176 വീടിന്റെ പണി കഴിഞ്ഞ് താക്കോല് കൊടുത്തു. അവിടെ ആരെങ്കിലും വന്ന വിഷയം പിന്നെ പറയല്ലേ. ടണൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായമാണ് അവിടുന്ന് ചോദിച്ചത്. അതിന് മറുപടി ഞാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഞാൻ പറയട്ടെ. പണ്ട് നമ്മൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉണ്ടാക്കുമ്പോൾ എൻ്റെ നെഞ്ചിന്റെ മേലെ കൂടി ചവിട്ടിയിട്ട് ഞാൻ ചത്തിട്ട് ഇതിന്റെ മേലെ കൂടിയ വിമാനം പറക്കൂറിന് ശർമ്മ പണ്ട് സിയാലിൽ പോയിരുന്നത് പോലെ ഗെയിൽ പൈപ്പ് ഭൂമിക്കടിയിലൂടെ പോകുന്ന ബോംബാണെന്ന് പി രാജീവ് പറഞ്ഞതുപോലെ ഞങ്ങൾ ടണൽ പ്രൊജക്ടിനെതിരെ സമരമായി വന്നിട്ടില്ല. പാരിസ്ഥിതിക അനുമതി കിട്ടിയിട്ട് വേണം ഇത് തുടങ്ങാനെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വ സമരമില്ല. ഇടതുപക്ഷം പറയുന്നത് ഈ രാജീവ് പറഞ്ഞാലും ശർമ്മ പറഞ്ഞാലും ഡയറക്റ്റ് പറയുന്ന ബത്തേരിയിലെ ഒരു പരിസ്ഥിതി പ്രവർത്തനം കൊണ്ട് ബത്തേരി സംശാദ് പറയാതെ പറഞ്ഞു. ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. ഈ ദുരന്ത ബാധിതർക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഒരൊറ്റ കാര്യം ഈ ദുരന്ത ബാധിതർക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ അന്ന് സംശാദ് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അവർ കേസിന് പോകുന്നു. 450 കോടി രൂപ ആവശ്യപ്പെട്ട് എലസ്റ്റന്റെ മുതലാളിയും കേസിന് പോയി, HMLAരും കേസിന് പോയി. അന്ന് സംശാദ് പറഞ്ഞ ഇപ്പൊ സംശാദ് ഇവിടെ പറഞ്ഞ കാര്യം ടണൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ എഗ്രിമെന്റ് വയലേഷൻ സംശാദിന്റെ പാർട്ടിയാണ്. ഞാൻ സംശാദിനെ പറയുന്നില്ല. ഒരാളെ ഒന്നും പറയാൻ നിങ്ങൾ സമ്മതിക്കരുത്. സഹോദരി പറഞ്ഞത് ഞങ്ങൾക്ക് എന്താ അർഹത എന്നാ. ദുരന്തം ഉണ്ടാക്കിയത് BJP ഒന്നല്ല. ഇവിടെ മുന്നറിയിപ്പ് കിട്ടിയിട്ട് പറഞ്ഞോട്ടെ, കൂക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ നിങ്ങൾ കൂക്കുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട്. മുന്നറിയിപ്പ് 2 ദിവസം മുമ്പ് കൊടുത്തിട്ട് അവിടുത്തെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കാത്തതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. മുന്നറിയിപ്പ് കൊടുത്തിട്ട് അതിന്റെ ഉത്തരവാദിത്വം മഴ പെയ്തു എന്ന് മുന്നറിയിപ്പ് കെട്ടിട്ട് പണ്ട് MM മണി എല്ലാ ഡാമും രാത്രി അർദ്ധരാത്രിക്ക് തുറന്നു വിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ മാതിരി മുന്നറിയിപ്പ് കൊടുത്താൽ ആ ഗവൺമെന്റിന് ബാധ്യതയില്ലേ? ജില്ലാ ഭരണകൂടത്തിന് ബാധ്യതയില്ലേ? മാറ്റി പാർപ്പിക്കണ്ടേ?
വേണ്ടേ? ഞാൻ എന്താ അറിയോ? അതിന് നമുക്ക് കാര്യം ചോദിച്ചത്. ഈ അല്ല, ഇതിന്റെ കേന്ദ്രത്തിലെ ഫലം എന്താവും? കേന്ദ്രം കൊടുക്കുന്ന ഫണ്ട് വിനിയോഗിക്കുന്നതിന് കണക്ക് കൊടുക്കണം. അതൊന്നും വാങ്ങാണ്ട് ഇതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇത് അതാക്കി ഇതാക്കി വയനാട് മണ്ഡലത്തിൽ എത്ര സീറ്റ് കിട്ടും? കേരള ഗവൺമെന്റിൽ ഈ പുനരധിവാസമായിട്ട് എത്ര ഫണ്ട് ചെലവാക്കിയിട്ടുണ്ട്? കേരള ഗവൺമെന്റ് സമയമില്ല. വയനാട് ഗവൺമെന്റ് ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ഈ ദുരന്തത്തിന് വീട് വെച്ച് കൊടുക്കാൻ എത്ര കോടി കൊടുത്തിട്ടുണ്ട്? എത്ര സീറ്റ് കിട്ടും വയനാട് ജില്ലയിൽ? വയനാട് ജില്ലയിൽ 3 സീറ്റും ജയിക്കും. എത്ര സീറ്റ് കിട്ടും? വയനാട് ജില്ലയിൽ 3 സീറ്റും ഇടതുപക്ഷം ജയിക്കും. അതിന് വ്യക്തമായിട്ടുള്ള കാരണം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ വയനാടിന്റെ കഴിഞ്ഞ ദിവസം സിദ്ദീഖിന്റെ ഒരു അനൗൺസ്മെന്റ് പോവുകയാണ്. എന്താണെന്നറിയോ? രാത്രികാല ഗതാഗത നിരോധനം. ആരപ്പ കർണാടക ഭരിക്കുന്നത്? ഇവിടെ വലിയ കാര്യം ഇവിടെ പറയുന്നത് വലിയ എല്ലാ കാലത്തും രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയില്ല. അത് ജനം ചോദ്യം ചെയ്യും. ജനം ചോദ്യം ചെയ്യും. ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ അതിനുള്ള ഉത്തരവുമാകും. ആരെ ജനം വിശ്വസിക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.